നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മൊബൈൽ നമ്പർ സേവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് വാട്സപ്പിനകത്ത് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അക്കാര്യം നിങ്ങളെ കൂടെ അറിയിക്കുക എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഞാനിത് കാണിച്ചു തരാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സാധാരണ നമ്മളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട്. സേവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പ്രയാസപ്പെടും. വാട്സപ്പിനകത്ത് കിട്ടുന്ന കോൺടാക്റ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആഡ് കോൺടാക്റ്റിൽ പോയി നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് വന്ന് അത് നമ്മൾ സേവ് ചെയ്യണം. അങ്ങനെ സേവ് ചെയ്യും പലപ്പോഴും ആ കോൺടാക്റ്റ് നമുക്ക് പിന്നീട് ചില സമയങ്ങളിൽ തിരിച്ച് കിട്ടാറില്ല. പല ആളുകളും പറയാറുണ്ട് വാട്സപ്പിൽ നിന്ന് നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യുന്ന സമയത്ത് പിന്നീട് എപ്പോഴോ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫോണിനകത്ത് കോൺടാക്റ്റ് കാണുന്നില്ല എന്ന്. എന്നാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് കൊണ്ടുവന്ന ഏറ്റവും പുതിയൊരു ഫീച്ചറാണ്. ഞാനത് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവർക്ക് കൂടി ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. നമുക്കിതുപോലെ വാട്സപ്പിനകത്ത് ആരെങ്കിലും ഒരു കോൺടാക്റ്റ് അയച്ചു കഴിഞ്ഞാൽ ആ കോൺടാക്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് വാട്സപ്പ് ഉണ്ടെങ്കിലാണ് ഇതുപോലെ കാണിക്കുക, വാട്സപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കാണിക്കില്ല. നമ്മളൊരു ഈ മെസ്സേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ഈ മെസ്സേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കോൺടാക്റ്റിലേക്ക് നേരിട്ട് പോകും. ഈ കോൺടാക്റ്റിനകത്ത് നിന്ന് അയാളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും മൊബൈൽ നമ്പറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മൊബൈൽ നമ്പർ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ സേവ് എന്ന് കാണുന്ന ഒരു ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ സേവ് എന്ന് കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പേരൊക്കെ ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും പേരൊക്കെ ടൈപ്പ് ചെയ്ത് താഴെ നമുക്ക് ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ സാധാരണ വാട്സപ്പിനകത്ത് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്നാൽ ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്സപ്പിലേക്ക് മാത്രമാണ് സേവ് ആയി പോവുക. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് മുകളിലായിട്ട് സിങ്ക് കോൺടാക്റ്റ് ഫോൺ എന്നുള്ളൊരു ഓപ്ഷൻ. ഈ സിങ്ക് കോൺടാക്റ്റ് ഫോൺ എന്നുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇവിടെ കാണാൻ നിങ്ങളുടെ ഇമെയിൽ ID കാണാൻ സാധിക്കും. നേരത്തെ നമുക്ക് വാട്സപ്പിനകത്ത് കോൺടാക്റ്റ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് വാട്സപ്പിലേക്ക് മാത്രമാണ് സേവ് ആകുക. നമ്മുടെ ഈ കോൺടാക്റ്റ് നമുക്ക് നഷ്ടപ്പെടും. കാരണം നമുക്ക് ഈ കോൺടാക്റ്റ് നമ്മുടെ ഫോണിനകത്ത് സേവ് ആയിട്ടില്ല. ഇപ്പോൾ വാട്സപ്പിനകത്ത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണുന്ന ഈ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ഓപ്ഷൻ കൂടെ കാണും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്ര ഇമെയിൽ ID ലോഗിൻ ചെയ്തിട്ടുണ്ടോ അത് ഇവിടെ കാണാൻ സാധിക്കും. ഏത് ഇമെയിൽ ID ആണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ ഒരു ഇമെയിൽ ID നിങ്ങൾ സാധാരണ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ ഇമെയിൽ IDയിൽ നമ്മുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റുകൾ നഷ്ടപ്പെടാതെ ഇമെയിൽ സേവ് ആകും. അപ്പോൾ വാട്സപ്പിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ കോൺടാക്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും. അത് വാട്സപ്പിനകത്ത് സേവ് ചെയ്യാനേ സാധിക്കുള്ളൂ. ഇവിടെ ഈ ഒരു ഭാഗം കൂടി എനേബിൾ ചെയ്ത് താഴെ കാണുന്ന ഇമെയിൽ ID സെലക്ട് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും. ഇത് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഫീച്ചറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.